ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു നാരങ്ങ വെള്ളമാണ് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണം, എന്നാലേ അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി നമർത്തി ഓളൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. അപ്പം ഞാനിതാ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 നാരങ്ങ 4ആയിട്ട് ഇന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നാരങ്ങ മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണ്ടത് പുതിയനയിലാണ് കേട്ടോ. അപ്പം ഞാനിതാ ഇതുപോലെ കുറച്ച് പുതിയനയിൽ എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. അപ്പം ഞാനിതാ അവിടെ 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് വെള്ളമാണ്. അപ്പോൾ അതാ ഞാൻ ഇവിടെ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തിട്ടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണേ. നമുക്ക് എത്ര ഗ്ലാസ് ജ്യൂസാണ് വേണ്ടത് വെച്ചാൽ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കണേ. നാരങ്ങ കുറേ അരഞ്ഞു പോണ രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കരുത് കേട്ടോ. ഒരു 10-15 സെക്കൻഡ് മാത്രം ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയെ. നാരങ്ങ കൂടുതൽ അരഞ്ഞു പോയാൽ നമ്മൾ ജ്യൂസിന് കയ്പ്പ് വരും കേട്ടോ. അതുകൊണ്ടാണ് നാരങ്ങ കുറേ അരിയണ രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കരുത് പറയാൻ കാരണം കേട്ടോ. അപ്പം ഞാൻ എന്താ ഇവിടെ ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരപ്പയിലേക്കൊന്ന് ഒഴിച്ച് നമ്മൾ ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പം ഞാൻ എന്താ ഇവിടെ ജ്യൂസൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കാം. ഐസ് ക്യൂബും കൂടി ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്നും മിക്സ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളെല്ലാം ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി രീതിയിലുള്ള നാരങ്ങ വെള്ളമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നല്ല ചൂടാണല്ലോ, അപ്പോൾ ഈ ചൂടിനെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് നല്ല റീഫ്രഷിങ് നൽകുന്ന രീതിയിലുള്ള ഒരു നാരങ്ങ വെള്ളമാണ് കേട്ടോ അത്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം. അപ്പം ഞാൻ ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ ജ്യൂസും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണ്ടേ. അപ്പം ഇന്ന് നമ്മളൊരു വെറൈറ്റി രീതിയിലുള്ള നാരങ്ങ വെള്ളമാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ എല്ലാവരും നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ഒന്ന് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.